ഹായ് എവ്രി വൺ, ദിസ് ഈസ് അഭിഷ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. കുറേ കാലമായില്ലേ കണ്ടിട്ട്. ഞാനിപ്പോൾ ഒരു വലിയ മെറ്റേണിറ്റി ബ്രേക്കിലാണ്. കുറേ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റോറൊന്നും ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ കഴിയാറില്ല. അതേപോലെ ഡിസൈനിങ് വീഡിയോസൊന്നും ഇടാത്തതിൻ്റെ കാരണം അതാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഞാൻ ഇപ്പോൾ ഒരു ഫാഷൻ ഡിസൈനറാണ്. നിങ്ങൾക്കൊരു ഫാഷൻ ഡിസൈനർ ആവണമെന്നില്ലെങ്കിൽ അതിനുള്ള 10 റീസൺസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് എടുക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ള ആളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്ററിനോ അല്ലെങ്കിൽ അതേപോലെ ബ്രദറിനോ അല്ലെങ്കിൽ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഫാഷൻ ഡിസൈനിങ് നിങ്ങൾക്ക് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഉദ്ദേശിച്ചതിൽ നിന്നൊക്കെ അപ്പുറമാണ് ഈ ഒരു കരിയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിലെ ബാക്കി വീഡിയോസൊക്കെ എടുത്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ എനാബിൾ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അത് ഫസ്റ്റ് വൺ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിനോടുള്ള ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി എന്നുള്ള കാര്യത്തിനോടുള്ള ഇൻട്രസ്റ്റ്. ഇപ്പം ഞാൻ ഫസ്റ്റ് എൻ്റെ ചെറുപ്പം മുതലേ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നതും ചെയ്യുന്നതും ഒരാളായിരുന്നു. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് ഭയങ്കര സില്ലി ആയിട്ട് തോന്നും ചിലപ്പം. നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ മുത്തമാലകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പൊട്ടിപ്പോയാൽ അത് വലിച്ചെറിയാതെ അതിൻ്റെ ബീഡ്സൊക്കെ എടുത്ത് വെച്ചിട്ട് പുതിയ ഡിസൈനുള്ള മാല ഇങ്ങനെ നൂലിൽ കോർത്ത് കെട്ടിയിട്ടിട്ട് സ്കൂളിലൊക്കെ പോവുക. ഇതൊക്കെയാണ് ഈ ഒരു രീതിയിലായിരുന്നു എൻ്റെ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത്. ഇതിപ്പോൾ എക്സാമ്പിളാണ്. ഇതേപോലെ പല ടൈപ്പ് ഓഫ് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. എന്തൊരു സാധനത്തിനെയും ക്രിയേറ്റീവ് ആയിട്ട് നോക്കുക, അല്ലെങ്കിൽ അതിന് പുതുതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ മറ്റൊരു കാര്യമായിട്ട് എങ്ങനെ മാറ്റാൻ പറ്റും, കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റും, ഈ ഒരു രീതിയിലായിരുന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വലിയ വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുന്നതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള ക്രാഫ്റ്റ് വർക്കുകൾ, അതേപോലെ തന്നെ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റീഷൻസിന് പോവുക, ഇങ്ങനത്തെ ഒരു ബേസാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ എനിക്കറിയായിരുന്നു സംതിങ് റിലേറ്റഡ് ടു ദിസ് ആണ് എൻ്റെ കരിയർ എന്നുള്ളത്. ആ ഒരു ചിന്ത നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നിങ്ങളൊരു ക്രിയേറ്റീവ് പേഴ്സൺ ആണ്. അപ്പോൾ നിങ്ങൾക്കിപ്പം വെറും ക്രാഫ്റ്റ് എന്നല്ല, ചിലപ്പോൾ നിങ്ങൾ ചിത്രം വരയ്ക്കാൻ അറിയുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടമുള്ള ആളായിരിക്കും. ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ ആയിരിക്കും ഈ ഒരു ഫാഷൻ ഡിസൈനിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഞാൻ പിന്നീട് +2 ഒക്കെ കഴിഞ്ഞ് ഇനിയൊരു കരിയറിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് എല്ലാ വീട്ടിലെയും ഉള്ള പോലെ തന്നെ എൻ്റെ വീട്ടിലും വലിയ രീതിയിൽ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് പോയി ചേർന്നത് ഒരു പാരാമെഡിക്കൽ കോഴ്സിനാണ്, കോയമ്പത്തൂർ. പക്ഷേ അവിടെ 2-3 ദിവസം കൊണ്ട് തന്നെ എനിക്കത് മടുത്തു. എനിക്ക് ആ സ്ട്രോങ് ഫീലിങ്സ് വരാൻ തുടങ്ങി. ഞാൻ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാണ്, ഇത് എൻ്റെ മേഖല അല്ല എന്നുള്ളത്. എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ അപ്പം തന്നെ അത് ഡ്രോപ്പ് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ഫാഷൻ ഡിസൈനിങ് ആ വർഷം തന്നെ പഠിക്കാൻ പറ്റി. എൻ്റെ വിലപ്പെട്ട സമയം എനിക്ക് ലാഭിക്കാൻ പറ്റി. അല്ലെങ്കിൽ ഞാൻ അവിടെ കുടുങ്ങിപ്പോയതിനെ അത് ഫുള്ള് ഞാൻ പഠിച്ചു കഴിഞ്ഞ് അപ്പോഴേക്ക് പിന്നെയും തിരിച്ചറിവുണ്ടായി. വീണ്ടും ഞാൻ ഫാഷൻ ഡിസൈനിങ് എടുത്ത് ഒരുപാട് വർഷം അങ്ങനെ വേസ്റ്റ് ആയി പോയതിന്, ഒരുപാട് പൈസ പോയതിന്. കാരണം വേറൊരു സ്ഥലത്ത് നിന്ന് പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടായി. ഞാൻ തിരിച്ചു വന്ന് ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫാഷൻ ഡിസൈനിങ് BSc കോഴ്സിന് ചേർന്നു. അതെൻ്റെ ലൈഫിൽ നല്ലൊരു തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ക്രിയേറ്റീവ് വേ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ് ചൂസ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് അതിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്. നമുക്ക് സെക്കൻഡ് റീസൺ നോക്കാം. നമുക്ക് ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ഇപ്പം പണ്ടുള്ളവരൊക്കെ പറയും ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നത് ഒന്നെങ്കിൽ മോഡലിംഗ് എന്നായിരിക്കും വിചാരിക്കുക, അല്ലെങ്കിൽ ടൈലറിംഗ് എന്നായിരിക്കും വിചാരിക്കുക. പക്ഷേ ഈ മോഡലിംഗ് ടൈലറിംഗ് ഒന്നുമല്ല. ഫാഷൻ ഡിസൈനിങ് ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ഫാഷൻ ഡിസൈനർ ആവാം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്കൊരു സ്റ്റൈലിസ്റ്റ് ആവാം, അതല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ആവാൻ പറ്റുന്നുള്ളതിനെക്കുറിച്ച്. അങ്ങനെ കരിയർ ഓപ്ഷൻസ് എൻലെസ് ആണ്. നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ ചെയ്യാം. അതാണ് ഈ ഒരു കരിയർ ഓപ്ഷൻസ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതാണ് സെക്കൻഡ് റീസൺ. തേർഡ് റീസൺ എന്ന് പറയുന്നത് ഗ്ലോബൽ കരിയർ ഓപ്ഷൻസ് ആണ്. അതായത് വെറും കേരളത്തിലല്ലാതെ ചില കോഴ്സുകൾ നമുക്ക് കേരള ബേസ്ഡ് അല്ലെങ്കിൽ ഇന്ത്യ ബേസ്ഡ് ആയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഒരു ടീച്ചിങ് കോഴ്സ് എടുത്തു, അല്ലെങ്കിൽ ടീച്ചിങ് കോഴ്സ് ചിലപ്പം നമ്മൾ പഠിച്ച ഒരു കോഴ്സിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് കേരളത്തിൽ മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറെ എന്ത് കോഴ്സ് ആവട്ടെ, ചിലപ്പോൾ ഇന്ത്യയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം റിലേറ്റഡ് ആയി, ഇപ്പോൾ അഗ്രികൾച്ചർ കോഴ്സ്, അങ്ങനത്തെ കോഴ്സൊക്കെ ചിലപ്പം നമുക്ക് ഇന്ത്യയിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്ന കോഴ്സ് ഗ്ലോബലി നമുക്ക് എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാം. ഞാനിപ്പം കേരളത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ കേരളത്തിന് പുറത്ത്, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഇന്ത്യയുടെ പുറത്ത് ജോലി ചെയ്തിട്ടുണ്ട്, വേറെ രാജ്യത്ത് ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ പോയാലും ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ വലിയ കോഴ്സൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ, ഇപ്പോൾ നിഫ്റ്റ് എന്നൊക്കെയാണ് നിങ്ങൾ ഫാഷൻ ഡിസൈനിങ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്കിപ്പോൾ യൂറോപ്യൻ കൺട്രീസിലെ USA പോലുള്ള സ്ഥലങ്ങളിൽ വരെ നിങ്ങൾക്ക് ജോബ് കിട്ടും. അല്ലാതെ നമ്മൾ ഇപ്പോൾ നോർമൽ ഡിഗ്രി കോഴ്സാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ BSc ഫാഷൻ ഡിസൈനിങ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ കൺട്രീസിലോ, ഗൾഫ് കൺട്രീസിലോ അല്ലെങ്കിൽ ഏഷ്യൻ കൺട്രീസിലോ ഒക്കെ സിമ്പിളായിട്ട് ജോലി വാങ്ങാവുന്നതേ ഉള്ളൂ.
അല്ലാത്ത കേസിൽ ചിലപ്പം UK പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ചുകൂടി വലിയ ഡിഗ്രീസ് ആണ് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡിപ്ലോമ ഒക്കെയാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള വേറെ സ്റ്റേറ്റ്സിലും ജോലി ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ബാംഗ്ലൂരോ ചെന്നൈയോ അല്ലെങ്കിൽ ഹൈദരാബാദോ ഒക്കെ പോയി അങ്ങനെയൊക്കെ പുറത്തേക്ക് പോകണം എന്നുള്ളവർക്ക് അങ്ങനെയും ഓപ്ഷൻസ് ഉണ്ട്. അതാണ് തേർഡ് റീസൺ. ഇനി ഫോർത്ത് റീസൺ എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് റീസൺ ആണ്. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണിത്. നമ്മുടെ ലൈഫ് എപ്പോഴും കളർഫുൾ ആയിരിക്കും. ഞാൻ വെറും കളർഫുൾ എന്ന് ഉദ്ദേശിക്കുന്നത് കളേഴ്സ് കൊണ്ട് മാത്രമല്ല, പല പല കാര്യങ്ങളായിരിക്കും. ഒരു ദിവസം കാണുന്നതായിരിക്കില്ല അടുത്ത ദിവസം നമുക്ക് എന്നും പുതിയ പുതിയ കാര്യങ്ങൾ കാണാം. അതായത് ഇന്ന് കാണുന്ന ഡിസൈൻ അല്ല നമ്മൾ നാളെ കാണുന്നത്, ഇന്ന് കാണുന്ന ഫാബ്രിക്സ് അല്ല നാളെ വരുന്നത്. അതിൽ പ്രിന്റ്സ് ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ എംബ്രോയിഡറിക്ക് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഡിഫറെന്റ്, ട്രിമ്മിങ്സ് ഡിഫറെന്റ്, എല്ലാ സാധനങ്ങളും ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്നും പുതിയ പുതിയ കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഒരു ഓഫീസ് വർക്ക് ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്നും ഈ പേപ്പറും ഫയലും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ കാണാൻ. പക്ഷെ ഡിസൈനർക്ക് അങ്ങനെയല്ല. ഡിസൈനർക്ക് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ കാണാൻ പറ്റും, പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര കളർഫുൾ ആണ്. ഇനി ഫിഫ്ത്ത് റീസൺ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം ഒരു സ്ഥലത്ത് പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു ബിസിനസ് ഓപ്ഷനുള്ള ഒരു കരിയറാണ് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിലോ ഒരു പൊട്ടിക്കിലോ ഒന്നും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, ഒരാളെ കീഴിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന് വീട്ടിൽ സമ്മതിക്കാത്ത പ്രശ്നം ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നുമല്ല, ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഒരു ബുട്ടീക്ക് തുടങ്ങാം. ഈവൻ നിങ്ങൾക്ക് വീട്ടിലിടുന്നവരെ ബിസിനസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഫാഷൻ ഡിസൈനിങ്ങിലുണ്ട്. അപ്പം ചെറിയ റൂറലായിട്ട് ഇപ്പം ചെറിയ കോഴ്സൊക്കെയാണ് നിങ്ങൾ പഠിച്ചത്, 6 month കോഴ്സോ അല്ല 1 year കോഴ്സോ ഒക്കെയാണ് പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ വീടിൻ്റെ അടുത്തൂടെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഓൺലൈൻ, നിങ്ങൾ അതിൽ കുറച്ചുകൂടി മാസ്റ്റർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ബൊട്ടീക്ക് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഓൺലൈൻ സെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്യാം, ഡിസൈനിങ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അതിനുള്ള ബഡ്ജറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ലോൺസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ സ്റ്റോർ ആയിട്ട് തന്നെ ഒരു ബുട്ടിക് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുറേ ഓപ്ഷൻസ്, ബിസിനസ് ഓപ്ഷൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഫാഷൻ ഇൻഡസ്ട്രി. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് എവല്യൂഷൻ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണിത്. എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ചേഞ്ചസ് വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര കളർഫുൾ ആണെന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് എപ്പോഴും ഓരോരോ ചേഞ്ചസ് വരുന്ന ഒരു ഇൻഡസ്ട്രിയാണിത്. അതായത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഓവർസൈസ്ഡ് ഔട്ട്ഫിറ്റ്സ് ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പം അത് വീണ്ടും സ്കിന്നി ഫിറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എന്താ പറയുക ലോങ് കുർത്തീസ് ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ഷോർട്ട് കുർത്തീസോ ഭയങ്കര എവല്യൂഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇതിൽ അപ്ഡേറ്റഡ് ആയിരിക്കും. നമുക്ക് എന്താ പറയുക പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ക്രിയേറ്റിവിറ്റി അറ്റ്മോസ്റ്റ് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഡിസൈൻ ആയിരിക്കും പിന്നീട് അത് ട്രെൻഡായിട്ട് മാറുന്നത്. നമുക്ക് ആ ഒരു എവല്യൂഷൻ്റെ, ഒരു ഫാഷൻ എവല്യൂഷൻ്റെ പാർട്ടാവാൻ പറ്റും. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് ഷോപ്പിലൊക്കെ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും പിന്നീട് പല പൊട്ടികൾ റിപ്പീറ്റ് ചെയ്ത് അതൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു ട്രെൻഡായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എവല്യൂഷൻ്റെ പാർട്ടാവാൻ കൂടെ പറ്റും. ഇനി 7th പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ അപ്ഡേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അറിയാണ്ട് അപ്ഡേറ്റഡ് ആയി പോകും. എക്സ്പെഷ്യലി ഈ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം എന്തൊക്കെയാണ് ഔട്ട്ഫിറ്റ് ട്രെൻഡ്സ്, എന്തൊക്കെയാണ്, എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓർണമെന്റ്സ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാഷ്വൽസ് ആണെങ്കിലും അതേപോലെ തന്നെ പാർട്ടി വെയർസ് ആണെങ്കിലും ബ്രൈഡൽ വെയർസ് ആണെങ്കിലും നമ്മൾ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആവും. അതൊരു ഡിസൈനർ ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. നിങ്ങളൊരു ഫാഷൻ ഡിസൈനിങ് കോഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമ്മൾ പല ആവശ്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഈ റിസർച്ചുകൾ നടത്തേണ്ടി വരും. ഇപ്പോഴെന്തൊക്കെയാണ് സ്റ്റൈൽ, എന്തൊക്കെയാണ് ട്രെൻഡ്, എന്തൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവും. ഇനി 8th റീസൺ ആണ് എക്കണോമിക് കോൺട്രിബ്യൂഷൻ. ഇത് കുറച്ച് വലിയ തലത്തിലുള്ളൊരു റീസൺ ആണ്. അതായത് നമ്മളിപ്പം ഒരു ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ എക്കണോമിക് സിസ്റ്റത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം എന്തുകൊണ്ടിപ്പം നമ്മളിപ്പോൾ ഒരു ഇന്റർനാഷണൽ ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫിസിക്കൽ സ്റ്റോർ, ഓൺലൈൻ സ്റ്റോറൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് അറിയാം. അപ്പം നമ്മൾ കസ്റ്റമൈസ് ഡിസൈനിങ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേറെ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ഓർഡേഴ്സ് കിട്ടാൻ തുടങ്ങിയാൽ നമ്മുടെ എക്കണോമിക് സിസ്റ്റത്തിന് അത് ബാധിക്കും. നിങ്ങൾ ഒരാളെ കൊണ്ട് അത് ഉണ്ടാവുന്നല്ലോ അറിയുന്നത്, കുറേ ആളുകൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് എക്കണോമിക് സിസ്റ്റത്തിലേക്ക് നമ്മളൊരു ചെറിയ രീതിയിലുള്ള സംഭാവന ചെയ്യുന്നുണ്ട്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഓർഡേഴ്സ് വരികയാണ്. അപ്പം നമുക്ക് ഇങ്ങോട്ട് മണി ഫ്ലോ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതി ചിന്തിക്കുമ്പോഴും ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് ഇൻഡസ്ട്രിയാണ്. ഇത് നമുക്ക് സെൽഫായിട്ടുള്ള കാര്യങ്ങളിൽ കുറേ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളിപ്പം ഒരു ബ്യൂട്ടീഷ്യനോ അല്ലെങ്കിൽ അങ്ങനത്തെ പല കോഴ്സുകൾക്കുള്ള ഒരു പ്രത്യേകതയാണിത്. അതായത് നമ്മളിപ്പം ഫാഷൻ ഡിസൈനർ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇത് വളരെ ചെറിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ ആ ഒരു പൊസിഷനിൽ എത്തിയാലേ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ, ഒരു ഫാമിലി ഫംഗ്ഷന് പോകുമ്പോൾ എപ്പോഴും നമ്മുടെ ഔട്ട്ഫിറ്റ്സ് എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും ഫ്രം അതേഴ്സ്. ചിലപ്പോൾ ബ്രൈഡിനെക്കാളും നല്ല ഔട്ട്ഫിറ്റ് ഇട്ടായിരിക്കും നമ്മൾ പോകുന്നത്.
ഔട്ട്ഫിറ്റ് നല്ലതെന്ന് ഉദ്ദേശിച്ചത് ബ്രൈഡിനെക്കാട്ടും ഷോ സ്റ്റോപ്പർ ആയിട്ടുള്ള എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു ഡിസൈനിങ് ഫീച്ചേഴ്സ് ഒക്കെ എലമെന്റ്സ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും, അതാണ് ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയ്ക്കും സിസ്റ്ററിനും അങ്ങനത്തെ എല്ലാവർക്കും നമുക്കിപ്പം നമ്മൾ ജെൻസിനാണെങ്കിൽ പോലും നമുക്ക് ഡിസൈനിങ് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും, നമുക്ക് അതേപോലെ ഒരു ഐഡിയ കൊടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും മറ്റുള്ളവരെ ഇങ്ങനത്തെ കാര്യത്തിൽ. നമ്മളിപ്പം ഒരു വെഡിങ് പർച്ചേസിന് പോകണമെങ്കിൽ അവരുടെ കൂടെ പോയിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ആണെങ്കിലും വെഡിങ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളൊക്കെ അവരുടെ കൂടെ പോയിട്ട് ഞാൻ ഒരുപാട് തവണ ചെയ്തിട്ടുള്ളൊരു കാര്യമാണത്. നമുക്ക് സജഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവരുടെ ആ ബിഗ് ഡേ നമുക്ക് കളർഫുൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ജസ്റ്റ് സജഷൻസ് മതിയാവും കുറേ കാര്യങ്ങൾ മാറാൻ. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാം. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് അവതരിപ്പിക്കാം. ഇതൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നതാണ്. പല ഫംഗ്ഷനും നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. മറ്റുള്ളവർ നോട്ടീസ് ചെയ്തിട്ട് അവർ അതേപോലെ ചെയ്യണം, അല്ലെങ്കിൽ അത് അവർ ഇൻസ്പയറിംഗ് ആണല്ലേ. മറ്റൊരാൾ നമ്മളത് കണ്ടിട്ട് അതേപോലെ ചെയ്യണം എന്ന് പറയുന്നത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൂടെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി ഏറ്റവും അവസാനമായിട്ട് 10th പോയിന്റ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം, പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് ഒരു കസ്റ്റമർക്ക് ഡെലിവർ ചെയ്യുമ്പം അതിൽ ഹാപ്പിയാണ്, അല്ലെങ്കിൽ അത് വെയർ ചെയ്തിട്ട് അവർ നമുക്ക് ഫോട്ടോ അയച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് അത് ഫിനിഷ് ചെയ്യുന്നു, അപ്പോഴൊക്കെ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് നമുക്ക്. അത് ഇങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിലുള്ളവർക്ക് പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. അതായത് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഒരു കസ്റ്റമർ ആവശ്യപ്രകാരമുള്ള അവർക്ക് ഇന്ന കളർ ഇന്ന ഫാബ്രിക് അത് ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അതൊക്കെ സംഘടിപ്പിക്കുന്നത് തന്നെ. കസ്റ്റമൈസ് ഡിസൈനിങ് ചെയ്യുന്നവരുടെ ഒരു ഭയങ്കര വെല്ലുവിളിയാണത്. അതായത് കസ്റ്റമർ ആവശ്യപ്പെടുന്ന എല്ലാ സാധനങ്ങളും ഏകീകരിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് അവർ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു പീസ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതായത് സ്റ്റിച്ച് ചെയ്ത് നമ്മളൊരു മാനിക്യൂറിൽ ഇടുമ്പോൾ അത് വേറൊരു സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമർ ഇട്ട് കാണുമ്പോൾ മറ്റൊന്ന്. അവരുടെ ഫോട്ടോസൊക്കെ അയച്ചു, അല്ലെങ്കിൽ അതിന് അഭിപ്രായങ്ങൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും നല്ല ഇതൊക്കെ പറഞ്ഞു, ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വരുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് തന്നെയാണ് ഒരു ഫാഷൻ ഡിസൈനർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അത് കിട്ടുക എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഒരാൾ എൻ്റെ അടുത്ത് ഫാഷൻ ഡിസൈനർ ആവാൻ ഉള്ള റീസൺസ് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങൾ അട്രാക്റ്റഡ് ചെയ്യും എന്നുള്ളത് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്. അപ്പം ഇത് കേട്ടിട്ട് നിങ്ങൾക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കാം, നിങ്ങൾക്കും ഈ ഒരു ഇൻഡസ്ട്രി ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു.